ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിങ്ക് വെക്കുന്നതാണ്. അപ്പം ഒരു സിങ്ക് നമ്മൾ എങ്ങനെ ഒരു വാഷ് ബേസിനില്ലേ, നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സിങ്ക് അടുക്കളയിൽ കിച്ചണിൽ, അത് വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യമേ നമ്മൾ അതിൻ്റെ സിങ്ക് വെച്ചിട്ട് നമ്മൾ വരച്ചു. അത് സിങ്ക് വെച്ചിട്ട് നമ്മൾ സിങ്കിൻ്റെ ഫുള്ള് നമ്മൾ എടുത്തല്ല വരയ്ക്കുന്നത്. ഫുള്ള് നമ്മൾ വെച്ച് വരച്ചിട്ട് അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് 4 സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് നമ്മൾ വെക്കുക. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക. അല്ലാതെ നമ്മൾ സിങ്ക് വെച്ചിട്ട് ഫുള്ള് അളവെടുത്തിട്ട് നമ്മൾ വെട്ടിക്കളയരുത്. അപ്പോൾ അതിനകത്ത് ഇറങ്ങിപ്പോവും. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ അതിങ്ങനെ ചരിച്ചാണ് നമ്മൾ ഇറക്കി ഇതിനകത്ത് വെക്കുന്നത്. ഒരു 4 ഇഞ്ച് നമ്മൾ 2 സൈഡ് നമ്മൾ ഇച്ചിരി കുറച്ച് കിടങ്ങാനായിട്ട് ചരിച്ച് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ട് അടിയിൽ കോൺക്രീറ്റിൽ നമ്മൾ മറ്റേ ഇതിൻ്റെ ഇതിട്ടിട്ടുണ്ടല്ലോ, മറ്റേ ചാന്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചാന്തിട്ടതിനകത്ത് വേണം നമുക്ക് മിഷനിട്ടിട്ട് തോണ്ടി അതിനകത്ത് നമുക്ക് ഈ സാധനം അതിനകത്ത് വെക്കണം. അത് ഗ്രൗട്ടിൽ വെച്ചിട്ട് അതിനകത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ഇത് വെച്ച് അതിനകത്ത് അങ്ങ് ഇറക്കി വെക്കാൻ പാടില്ല. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് താഴെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വെക്കരുത്. നമ്മൾ സാധാരണ എടുക്കുന്നത് അതിൻ്റെ വീതി എടുക്കുക. ഇപ്പോൾ ഇവിടെ 18-16 ആവശ്യമായിരുന്നത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 18-16 ആകുമ്പോഴതിനകത്ത് വീതിക്കകത്തുനിന്ന് 4 ഇഞ്ച് കുറയ്ക്കുക. നീളത്തിനകത്തുനിന്ന് 4 ഇഞ്ച് കുറച്ചിട്ട് അത്രയും വരച്ച് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത പീസ് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് താഴെ നമുക്ക് ഇതിലിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു സൈഡിലാണ് പ്ലംബിംഗ് എയർ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ഇതിനകത്ത് ഹോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ലാവിൽ ഹോളിട്ടിട്ടായിരുന്നു സ്ലാവ് ചെയ്തിരുന്നത്. എന്നിട്ട് സ്ലാവ് എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റില്ല, എന്നിട്ട് നമ്മൾ സ്ലാവ് വാർത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം പ്ലംബിംഗ് എയർ വന്നിട്ട് ഇത് നോക്കാതെ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് പൈപ്പ്. അപ്പം എന്ത് ചെയ്യണം, മറ്റേ ലാസ്റ്റ് വന്നപ്പോഴത്തേന് ഇത് താഴേക്കുള്ള കണക്ഷനെല്ലാം പിന്നെ കുട്ടിക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് സൈഡ് നമ്മൾ വാർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നേരത്തെ കിടന്നതിൻ്റെ പകുതി. അപ്പം കുറച്ച് സൈഡ് നമ്മൾ കുത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് വെച്ചിട്ട് കറക്റ്റ് പൈപ്പിൻ്റെ സെൻറ്റർ നോക്കി നമ്മളിപ്പോൾ ചെയ്യുകയാണ്. സാധാരണ നേരെ തിരിച്ച് ചെയ്യുന്നത് നമ്മുടെ ഇത് വെച്ചിട്ടാണ് പ്ലംബിംഗ് എയർ ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അവരുടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് സംഗതി ഇറക്കിയായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്ലാവ് കാണും. അപ്പോൾ സ്ലാവിൻ്റെ കുറച്ച് ഭാഗം ഹോളുണ്ട്, കുറച്ച് ഭാഗം ഹോളില്ല. കുറച്ച് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഹോളാക്കി എടുക്കണം. അപ്പോൾ അതിനിപ്പോൾ നല്ല പണിയാണ്. നമ്മൾക്ക് ഗിൽറ്റിയൊന്നും ഇരിപ്പില്ല കയ്യിൽ, ഉളിക്കടിച്ച് കളയണം. അപ്പം അത്രയും നേരത്തെ ഹോളുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു 3-4 ഇഞ്ചിനകത്തുള്ള അടിച്ച് കളയാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൈക്ക് ഉളി കൊണ്ട് അടിച്ച് കളയണം. അപ്പോൾ അല്ലാതെ ഇപ്പം നമ്മുടെ ഈ എല്ലാ മെഷീനൊന്നും ഇല്ല, ഗിൽറ്റിയൊന്നും ഇരിപ്പുമില്ല നമുക്ക് പൊട്ടിക്കാനുള്ളത്. ഇനി ചുറ്റിയലിന് അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ മാർഗ്ഗമില്ല. ചുറ്റിയലുണ്ട്, ഉളിയുണ്ട്. അപ്പോൾ ഉളിയിൽ കമ്പിത്തുകൊണ്ട് കൂടെ കിടപ്പുണ്ട്. അടിച്ച് നമ്മളെ മോനയാക്കി നമ്മൾ വെച്ച് അടിച്ച് പൊട്ടിച്ചെടുത്ത് ഇവിടെ കളയും. അത് സെറ്റാക്കാം നമ്മൾ. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കിയിട്ട് അതിനകത്ത് കമ്പിയുണ്ട്, കമ്പി വെട്ട് ചെയ്യണം. കമ്പി വെട്ട് ചെയ്തിട്ട് എന്തായാലും ഭാഗ്യം നമ്മൾ കമ്പി വെട്ട് ചെയ്യാത്തത് ഭാഗ്യമായി. അന്ന് നമ്മളൊന്ന് പൊട്ടിച്ചിട്ടിട്ട് പോയത്. അപ്പോൾ അന്ന് കമ്പി കട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പണി പാടി പോയാണ്. കാരണം ഇപ്പം അതിൻ്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യണം. ഒരു കമ്പിയുടെ സൈഡിൽ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി ഉള്ളത് കാര്യമായി. അപ്പോൾ അതുകൊണ്ട് അവിടെ ചേർത്ത് വെച്ച് കോൺക്രീറ്റ് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് ഇനി ഉള്ളിക്ക് അടിച്ച് കളഞ്ഞ് നമുക്ക് പൊട്ടി സെറ്റാക്കി ഇടണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോകളൊക്കെ നമുക്ക് കിട്ടുന്ന പണികളൊക്കെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് എന്തായാലും ഇത് നമ്മളൊരു പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇത് കിച്ചണിൽ നമ്മൾ സിങ്ക് വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും സിങ്ക് ഇത് കാണുന്നവർക്ക് ഉപയോഗപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കിച്ചണിൽ
സിങ്ക് വെച്ചിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. കാരണം നമ്മളിതിനകത്ത് വെച്ചേക്കുന്നത് അതേപോലെയാണോ വച്ചിരിക്കുന്നത്, അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാണോ വച്ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം, താരതമ്യപ്പെടുത്തി നോക്കാം. അപ്പോൾ അതിനകത്ത് എന്തായാലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മെയിൻറ്റെയിൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താണ് വെക്കുന്നത്, അല്ലാതെ ചുമ്മാ ഇറക്കി വെച്ചിട്ട് പാക്കിങ് വെച്ചിട്ട് പോവുമല്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ അടയ്ക്കും. ഇഷ്ടികയൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടച്ച് തേച്ച് സെറ്റാക്കി എടുക്കും. അപ്പം പിന്നെ അത് നമ്മൾ പാത്രമൊക്കെ പുറക്കിയിട്ട് കഴിയാലും എടുത്താലും ഒന്നൊരു പ്രശ്നം വരില്ല. മറ്റേ സാധാരണ മിക്കുള്ളവർ വെക്കുന്നത് ചുമ്മാ 2 സൈഡും ഞെരുക്കി ഗ്രൗട്ടും വെച്ച് സെറ്റാക്കി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ല ഇത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കാം, അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തുവരെ നമ്മൾ തല്ലി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കീഴിൽ വേണം നമ്മൾ കയറ്റാൻ, ഈ ഗ്രാനൈറ്റിൻ്റെ കീഴിൽ വേണം കയറ്റാൻ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ഇതിൻ്റെ എഡ്ജ് ഉരുട്ടാനുണ്ട്, അകത്തോട്ട് നമുക്കൊന്ന് മടക്കി ഉരുട്ടി വിടണം. അപ്പം അതിൻ്റെ നമുക്ക് മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്ന ഇതിരിപ്പുണ്ട്, മറ്റേ കപ്പ് ബ്ലേഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ ചെറുതായിട്ടൊന്ന് മടക്കി അകത്തോട്ടൊന്ന് വിടണം. എന്നിട്ട് പിന്നെ ബാലൻസ് അവിടെ അപ്പുറത്ത് വെച്ച് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ ഇതിൻ്റെ സൈഡ് തന്നെ. പിന്നെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അടിയിലൊരു പലക വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കോൺക്രീറ്റ് വാരി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് മറ്റേ ഈ സിങ്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പം സിങ്ക് കണ്ട കറക്റ്റ് കഷ്ടിച്ച് ഇറങ്ങി പോകുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഇച്ചിരി ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കണം. അപ്പോൾ ഇനി കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ അടിച്ചിടണമല്ലോ, എല്ലാം അടിച്ചിടണം, സെറ്റാക്കണം.
ടൈറ്റ് പീസ് ഇത് കമ്പി അരിയുണ്ടോ ഉണ്ടോ മാമല കൂടി അപ്പോൾ അങ്ങനെ നമ്മൾ സിങ്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ അടിയിലത്തെ ഗ്യാപ്പൊക്കെ അടയ്ക്കണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വലിയ ഗ്യാപ്പ് വെച്ചിട്ട് പൊട്ടിച്ചില്ല, കറക്റ്റ് ഇറങ്ങാൻ പറ്റിയ പരുവത്തിലാണ് നമ്മൾ പൊട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി ഹോള് വലുതായി പോയത്. അവിടെ നമ്മൾ പലക വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സൈഡ് 3 സൈഡ് നമ്മൾ കറക്റ്റായിട്ട് പൊട്ടിച്ചുകൊണ്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് ഇറക്കി വെക്കാൻ പറ്റി. അപ്പോൾ ഇനി ഇതിനകത്തിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ചെറിയ ഇഷ്ടിക തല്ലി പൊട്ടിക്കുക, എന്നിട്ട് അത് ഗ്രൗട്ടിലോട്ട് മുക്കുക, എന്നിട്ട് കയറ്റി വയ്ക്കുക. അല്ല അതിനകത്ത് ഗ്രൗട്ട് കയറ്റി വെച്ചിട്ട് ഗ്രൗട്ടിലോട്ട് സെറ്റാക്കുക. അങ്ങനെ കട്ടിക്കുള്ള ഗ്രൗട്ട് എടുത്തിട്ട് നല്ലോണം തിരിയുക, അതൊട്ട് കയറ്റുക. അങ്ങനെ നല്ലതിൽ പിന്നെ സ്ലാബ് നല്ല ഉണക്കമുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പിടിക്കും. അല്ല അത്യാവശ്യം ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ സിമെൻറ്റ് പൊടി വാരി വെക്കുക, അങ്ങനെ കട്ടിയാക്കുക. എന്നിട്ട് ഇതേപോലെ ഇഷ്ടിക കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് ഗ്രൗട്ട് വെച്ച് അടയ്ക്കുക. അടച്ചന്നേരം തന്നെ നമുക്ക് അടച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടച്ച് സെറ്റാക്കി അടി ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ മേളിൽ നിന്ന് സൈഡിലോട്ട് ചെറിയ ഗ്യാപ്പ് സൈഡിൽ വരും. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഇച്ചിരി ഗ്രൗട്ട് ലൂസായിട്ട് കരണ്ടിൽ കോരി വെക്കുക. അപ്പോൾ ഈ ഗ്രൗട്ട് അപ്പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേന് അപ്പുറത്തിരിക്കുന്ന ഗ്രൗട്ടും ഈ ഗ്രൗട്ടൂടെ സെറ്റാവും. സെറ്റായി കഴിയുമ്പോഴത്തേന് പിന്നെ ഇവന് ഇളകത്തില്ല. പിന്നെ ഇവനെ ഇനി എന്തോ കാണിച്ചെന്ന് പറഞ്ഞാലും ഇളകത്തില്ല. അപ്പോൾ എന്തുവായാലും അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.